വിറകടുപ്പ് കണ്ടങ്ങൾ ഈ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ അതിലിടുക കേട്ടോ. ഒന്ന് മതി, ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ, കുറച്ച് ചമ്മന്തി മതി. അപ്പോൾ അതുണ്ടോ, ഇതൊന്ന് ഇതിൻ്റെ ഇവിടെ വെച്ച് കൊടുക്കുക. ഇതും ഒന്ന് വേവട്ടെ. ചാരക്ക ആവട്ടോ, ചാരക്ക ആയാൽ കഴുകൊന്നും വേണ്ട, അതുപോലെ തന്നെ അത് ഉണ്ടാക്കിയാൽ മതി. അതാ ടേസ്റ്റ് ഉണ്ടാക്കുക, ചാരം കൂടി ഉണ്ടാകുമ്പോൾ. അപ്പം നമുക്ക് ഈ തേങ്ങ അതിലൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പം തേങ്ങ അടുപ്പിലിട്ട് ഈ പൊടിക്കണലൊക്കെ ഇങ്ങനെ ഇതിലിട്ട് കൊടുക്കുക. ചെറിയ അത് നല്ലോന്ന് വെന്ത് കിട്ടണം. അത് ഉണ്ടോ, ഇതിൽ പൂത്തി വെച്ച് ഞാൻ ഇനി ആ ഉള്ളിയും പാവണം, പിന്നെ എന്താണ് തേങ്ങയും പാവണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മുളക് വടച്ച് ചൂടണം. ചെറിയ കോലിട്ടാൽ പോണേ. അപ്പം ഞാനൊരു കോലെടുക്കാൻ പോയതാട്ടോ. അതിങ്ങനെ ചുട്ടിട്ട് എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നാ. എന്നിട്ട് അമ്മിയും അങ്ങോട്ട് അരച്ചാണ്ടല്ലോ. എന്താ അപ്പം 5 മുളകുണ്ട്, 5 വറ്റൽ മുളക്. ഇത് ഞാൻ ഈ അടുപ്പൊക്കെ ഇട്ട് ഇത് ഇവിടെ അങ്ങനെ വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് വേകും. ചൂടുള്ള ചാരത്തിലിടുമ്പോൾ എന്താ ഇതിങ്ങനെ ചൂടൊന്നിങ്ങനെ വേവിച്ചെടുക്കുക. പണ്ടൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴല്ലേ നമ്മളെ വറുത്തെടുക്കലൊക്കെ തുടങ്ങിയത്. ഇങ്ങനെ മുളക് അടുപ്പിലിട്ട് ചുട്ട് കൂട്ടി ചോറ് തിന്നാനും കഞ്ഞി കുടിച്ചാനും കപ്പ തിന്നാനൊക്കെ എന്താ ടേസ്റ്റ് കാര്യങ്ങൾ. കുറച്ചൊക്കെ കരിട്ടോ, വേറെ കാര്യം. കുറച്ച് ചാരും കരിയലൊക്കെ ഉണ്ടാകുമ്പോഴേ ആ ചമ്മന്തിക്കൊരു ടേസ്റ്റിന് വരുള്ളൂ. നമ്മളെ ഉള്ളി ഇതിലുണ്ട്. അല്ല ഇത് വെന്ത് നമുക്ക് ഈ മുളകൊന്ന് ചുട്ടെടുത്തിട്ട് തേങ്ങ കുറച്ച് നേരം കഴിയും വേവാൻ. ഇതാ മുളകും വെന്ത്. മുളകൊക്കെ പെട്ടെന്നാവും ഈ ചൂടുള്ള ചാരത്തിലിട്ടാൽ തന്നെ. പഴയ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു സൂക്കടും ഇല്ലേന്. ഇപ്പോഴല്ലേ സൂക്കടൊക്കെ കൂടിയേ. അപ്പം ഇങ്ങനെയൊക്കെ കണ്ട് ഉണ്ടാക്കി തിന്നോളി. നിങ്ങൾക്ക് വിറകടുപ്പൊന്നും ഇല്ലെങ്കിൽ ഈ പപ്പടക്കോലുണ്ടെങ്കിൽ അതിന്മേൽ ഗ്യാസ് വെച്ചൊന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. തീ വെച്ചൊന്ന് കാട്ടിയാൽ മതി. തീ കുറച്ച് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇത്ര ടേസ്റ്റ് കിട്ടൂല കേട്ടോ, അടുപ്പിലിട്ട് ചുട്ടത്ര. അത് പറഞ്ഞുതരാം. ഇപ്പം നമ്മളെ തേങ്ങ അങ്ങനെ കത്തി പുകയുന്നൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കുറേ കരിയൊക്കെ ചെയ്യും, കുറച്ചൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഒന്ന് വേവട്ടെ തേങ്ങയും കൂടെ. അപ്പോൾ അതായത് മുളക് ചുട്ടെടുത്ത് ഇതുണ്ടോ, ഇത് കുറച്ച് കരിഞ്ഞു പോയിനെ. ഇല്ല, ഈ ഭാഗം കരിഞ്ഞില്ല. അപ്പം നമ്മളിത് കഴുകൊന്നും വേണ്ട, ഇങ്ങനെ തട്ടിയെടുക്കുക. അങ്ങനെ എന്നിട്ടൊന്ന് തുടച്ചാൽ മതി. അല്ലേ തുണി കഷ്ണം എടുത്ത്, അല്ല കഴുകരുത്. ഇത് വേണ്ട. മുളകിൻ്റെ കാറിൽ വേണ്ട ഉള്ളി ഒക്കെ വെന്ത്. നമുക്ക് തേങ്ങയും കൂടി ഒന്ന് വെന്താൽ മതിയേ. ഇങ്ങനെ എടുക്കുക കേട്ടോ, ഓരോന്ന് ഇങ്ങനെ ഈ ഇതുണ്ടോ. ഇതുണ്ടോ ഉള്ളി ചുട്ടത്. ഞാൻ ഈ പാത്രത്തിൽ ഉള്ളിയും മുളകും ചുട്ടെടുത്ത്, ഇനി തേങ്ങയും കൂടിയും ചുട്ടെടുക്കാം. അപ്പം നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ പുളി ഇടാം കേട്ടോ.
പിന്നെ കഞ്ഞി ഇതാ ഇവിടെ അടുപ്പത്ത് ഇതണ്ട വേണ്ട ചോറല്ല കഞ്ഞിയാണ്. ചോറ് കണ്ടികൾക്ക് ചോറ് തിന്നായി. ഓള് ചോറ് വേണമെങ്കിൽ തിന്നോളും. ഞാൻ കഞ്ഞി കുടിക്കും. എനിക്ക് കഞ്ഞി ഇഷ്ടം അങ്ങനത്തെ ചമ്മന്തി കുടിക്കാൻ. പിന്നെ ചീരപ്പേരി ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റേ കാരം. അപ്പം അത് നമ്മളെ തേങ്ങ ഇതുണ്ടോ, ഇതിങ്ങനെ പുകയിന് ഇതിന്മേൽ എണ്ണ ഉണ്ടാവുമല്ലോ, ആ എണ്ണ ഇങ്ങനെ ചൂടാവുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പുകച്ചിലുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ, ഇവിടെ നിന്നോട്ടെ. ഒന്ന് തട്ടി കൊട്ടി ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ നമ്മളെ കഞ്ഞി വേവണുള്ളൂ. കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് അപ്പുറത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചതേന്നേ. അപ്പം ഇനി ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. നോക്കി വേണ്ട തേങ്ങൻ്റെ കളറ്. ഇത് ഉണങ്ങിയ തേങ്ങയും കൂടി ആയതുകൊണ്ട് കുറച്ച് കളറ്. ഇത് കരിയൊക്കെ ഞാൻ ചിരണ്ടിയിട്ട് എടുത്താട്ടോ. കുറച്ച് കറുത്ത കളറൊക്കെ ഇരിക്കും, പക്ഷേ അതൊന്നും നോക്കണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അമ്മിമേലാണ് അരക്കാൻ പോണത്. നമ്മളെ അമ്മിയാണ്. അപ്പോൾ ഇതൊന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ. അപ്പം അമ്മിയൊക്കെ കഴുകി ഇതിമൊക്കെ ഇട്ട് നമ്മൾ ഈ അമ്മിക്കുട്ടി കൊണ്ട് ഇതിങ്ങനെ കുത്തി ഒന്ന് ചതക്കുക. കൊട്ടത്തേങ്ങ ആയതുകൊണ്ട് കുറച്ച് ഉറപ്പേക്കും കേട്ടോ. ഇതിന് കൊട്ടത്തേങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് തേങ്ങയും പറ്റുമേ. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ഒരു തേങ്ങ ഇരിക്കണുണ്ടപ്പോൾ ഭയങ്കര വിലയല്ലേ തേങ്ങക്കൊക്കെ. ഇപ്പോൾ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിത് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. നമുക്കിത് ഇങ്ങനെ അരച്ചാൽ മതി. ഇതൊന്നും ഇങ്ങോട്ട് അരിഞ്ഞിട്ട് നമുക്ക് മുളകൊന്ന് അരക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഇതാ ഇതുപോലെ അരച്ച് വെച്ചിട്ട് ഇനി നമുക്ക് മുളകൊക്കെ ഒന്ന് ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ലേശം കല്ലുപ്പ് ഇടും. കല്ലുപ്പാണ് നല്ലത്. ഇത് അരച്ചിട്ട് ഒക്കെ കൂടെ ഒന്നാണ്ട് കൂട്ടി ചേർത്താൽ മതി. നമുക്കിവിടെ അമ്മിയും ഒരലൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഉപയോഗിച്ചാലുള്ളൂ എന്ന് മാത്രം. ഇപ്പൊക്കെ സ്വിച്ച് ഇടല്ലല്ലോ, അതിന് തന്നെ ഇപ്പം നമുക്ക് മടിയല്ലേ. ചിലപ്പോൾ അരക്കാൻ മടിച്ചിട്ട് കയറി നമുക്കിന്ന് താളിച്ചെടുക്കാനാണ്. അരയാൻ വേണ്ടിയിട്ട് ഞാനൊരു തുള്ളി വെള്ളം ഇതിങ്ങനെ ഒറ്റിച്ചു. ഇനി ഉള്ളിയും കൂടി ഇടുക. ഉള്ളിയല്ല ഒന്ന് ചാടി. എല്ലാം കൂടെ ഒന്നാണ്ട് പൊടിച്ചെടുക്കുക. അപ്പം അതാണ് നമ്മളെ ചമ്മന്തി.
അപ്പോൾ അത് നമ്മളെ ചമ്മന്തി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കറി, നല്ല അടിപൊളി ടേസ്റ്റാക്കളെ. ഇതുണ്ട്, കളറൊന്നും നോക്കണ്ട. കളറ് ഈ കാണുന്നക്കായും കളറുണ്ട്, പക്ഷെ ഈ കാണുമ്പോൾ കുറച്ച് അധികം കറുപ്പാണ്. നല്ല ടേസ്റ്റാണ്, അത് എനിക്കറിയാം. രസമുണ്ട്. ഇത് മാത്രം മതി കേട്ടോ, ചോറുന്നാനും കഞ്ഞി കുടിച്ചാനൊക്കെ നല്ല ടേസ്റ്റാണ്. പുളി കാണ്ടികൾക്ക് ഇടാട്ടോ, അപ്പോൾ പുളീൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഇതിൽ പുളി ഇടണത് അത്ര കണ്ട് ഇഷ്ടമല്ല ഈ അല്ല. എന്താ ഉണ്ടോ കുരക്കണ് മുളകിൻ്റെ കാറലൊക്കെ കൂടി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഇനിയിപ്പോൾ അമ്മി ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, ഇങ്ങനെ ചുട്ടെടുത്തിട്ട് മിക്സിയിൽ അരച്ചാൽ മതി, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിലും ഇപ്പോൾ ഇതുപോലെ. അപ്പം ഇന്ന് നമുക്ക് കഞ്ഞി, ചീരപ്പേരി, ഈ ചമ്മന്തി കേട്ടോ, അതാണിപ്പം ഇന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്നുകൊണ്ട് വൃത്തിയാക്കിയിട്ട് അമ്മയൊക്കെ ഒന്ന് കഴുകിയിടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജന്തുക്കളൊക്കെ അരിച്ചു കയറും. ഇപ്പം കണ്ടില്ലേ നമ്മളെ കഞ്ഞി കണ്ടോ, പേരി ചമ്മന്തി. എന്താ മക്കളെ ടേസ്റ്റ്! ഉപ്പിട്ട് അത് കുടിച്ചാണ്ടല്ലോ ഒരു വയറിനൊന്നും ഒരു അസുഖം ഉണ്ടാവില്ല. ഇതാണ് നമ്മളെ നാടൻ ഭക്ഷണം. പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ കുടിച്ചിരുന്നത്, ഒരു അസുഖവും ഇല്ല. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, കുടിക്കുക. അപ്പം അത്രേ പറയാനുള്ളൂ. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി, നമസ്കാരം. ഞാൻ കുടിച്ചാൻ പോകുക കേട്ടോ. എന്താ രസം! അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇതൊന്ന് കുടിക്കട്ടെ കേട്ടോ ഞാൻ.